ഇന്ത്യയിൽ തന്നെ ഒരു 30 കുട്ടികൾക്ക് മാത്രമാണ് ഈ ഫ്രീ എഡ്യൂക്കേഷൻ സീറ്റ് കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച ഭാഗം എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആയിരുന്നല്ലോ. ഹായ്, അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ അന്ന ജോമന്റെ വീട്ടിലാണ്. ഈ വരുന്ന ഏപ്രിൽ ഇൻടേക്കിലേക്ക് യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് വെയിൽസിൽ ഫ്രീ ആയിട്ട് BSc അഡൽട്ട് നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന നമ്മുടെ കാൻഡിഡേറ്റ് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു ജെറീസ് എഡ്യൂക്കേർ ആയിട്ടുള്ള ജേർണി ഒന്ന് മൊത്തത്തിൽ പറയാമോ? അത് എങ്ങനെയാണ് ജെറീസ് കണക്ട് ചെയ്തത്, അതിന്റെ പ്രോസസ് ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? സോ ഞാൻ എൻ്റെ IELTS പ്രിപ്പറേഷൻ തൊട്ട് ജെറീസ് എഡ്യൂക്കേറിലാണ്. IELTS എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റി, ഇവരുടെ സപ്പോർട്ടും ഗൈഡൻസും കാരണം. ഓവറോൾ ഭയങ്കര ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. വിസയാണെങ്കിലും ഇന്റർവ്യൂസ് ആണെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഗൈഡ് ചെയ്തിട്ടുണ്ട്, മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച ഭാഗം എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആയിരുന്നല്ലോ അല്ലേ? അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഭാഗത്തും ജെറീസ് എഡ്യൂക്കേറിന്റെ ഭാഗത്തുണ്ടായ സപ്പോർട്ട് എന്തായിരുന്നു പറയാം? ഭയങ്കര ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇന്റർവ്യൂസിനെ കുറിച്ചൊക്കെ ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കുമ്പോൾ ജെറീസ് ചേട്ടനെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ജെറീസ് ചേട്ടനാണെങ്കിൽ നമ്മൾ നന്നായി മോട്ടിവേറ്റ് ചെയ്യും, ഭയങ്കര റീഅഷ്യൂറിംഗ് ആയിട്ടാണ് സംസാരിക്കുക. സോ അതുപോലെ തന്നെ നമുക്ക് നല്ല കുറേ മോക്ക് ഇൻ്റർവ്യൂസ് തന്നിട്ടുണ്ട്. സോ മോക്ക് ഇൻ്റർവ്യൂസിൽ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിയൽ ഇൻ്റർവ്യൂവിലും ചോദിച്ചത്. സോ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഏപ്രിൽ 1 ഫ്ലൈ ചെയ്യുന്നത്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തും യൂണിവേഴ്സിറ്റിയും കരിക്കുലവും എല്ലാം ആലോചിച്ച് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ ജെറീസ് എഡ്യൂക്കേറിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. താങ്ക് യു.